ഒരു നിമിഷം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമാകാൻ മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയിലെ 5, 6 അധ്യായങ്ങളുടെ റിവിഷൻ നോട്ടുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളുടെയൊക്കെ റിവിഷൻ നോട്ട്സ് കണക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് കണക്കത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വളരെ കുറച്ച് സ്പീഡിലായിക്കൊണ്ടാണ് നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ വിശദമായിക്കൊണ്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയും വീഡിയോ ലിങ്ക് കണക്കത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ പാഠങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ മാച്ച് ഫോളോയിങ് തുടങ്ങിയ ക്വസ്റ്റ്യൻസുകളൊക്കെ അടങ്ങിയിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് കണക്കത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ഈ ഒരു വർഷം ഷുവർ ആയിട്ടും +1 നിങ്ങൾക്ക് സോഷ്യോളജിയിൽ പാസ്സാകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് പാസ് മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5, 6 പാഠങ്ങളിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ്. അപ്പോൾ അതിന്റെ ഫോക്കസ് ഏരിയ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 5ാമത്തെ അധ്യായമാണ്. അപ്പോൾ 5ാമത്തെ അധ്യായമാണ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി എന്ന അധ്യായമാണ്. അഥവാ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഗവേഷണ രീതികളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഗവേഷണ രീതികളെ കുറിച്ചാണ്, അഥവാ റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കി വെക്കേണ്ടത് സമൂഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും സാമൂഹ്യ ശാസ്ത്രത്തിൽ വിവിധ ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ഗവേഷണ രീതികളെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇനി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഫോക്കസ് ഏരിയ ഭാഗമാണ് സാമൂഹ്യ ശാസ്ത്രത്തിലെ വസ്തുനിഷ്ഠയെക്കുറിച്ചും അതേപോലെ തന്നെ ആത്മനിഷ്ഠയെക്കുറിച്ചുമാണ്. അപ്പോൾ വസ്തുനിഷ്ഠ ആത്മനിഷ്ഠ എന്ന് പറയുമ്പോൾ സബ്ജക്ടിവിറ്റി അതേപോലെ തന്നെ ഒബ്ജക്ടിവിറ്റി, ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒന്നാണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒബ്ജക്ടിവിറ്റി എന്ന് മനസ്സിലായല്ലോ. ഇനി അതേപോലെ തന്നെ സബ്ജക്ടിവിറ്റി അഥവാ ആത്മനിഷ്ഠ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്നുള്ളത് വ്യക്തിമൂല്യങ്ങളെയും മുൻഗണനകളെയും അടിസ്ഥാനമാക്കിയതാണ് ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വ്യക്തിയുടെ വികാരങ്ങളും താല്പര്യങ്ങളും പ്രതിഫലിക്കപ്പെടുന്നതുമാണ് ഈ ഒരു ആത്മനിഷ്ഠയിൽ എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വസ്തുനിഷ്ഠയെക്കുറിച്ചും അതേപോലെ ആത്മനിഷ്ഠയെക്കുറിച്ചും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അതേപോലെ തന്നെ എല്ലാ ശാസ്ത്രങ്ങളും വസ്തുനിഷ്ഠമായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടെ തന്നെ പ്രകൃതി ശാസ്ത്രങ്ങളിലേതുപോലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ വസ്തുനിഷ്ഠത കൊണ്ടുവരിക അസാധ്യമാണ് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വിശദമായുള്ള ക്ലാസ് കാണൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് കാണൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രിജുഡീസിനെ കുറിച്ചാണ്, അഥവാ മുൻവിധികളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മുൻവിധി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വസ്തുനിഷ്ഠതയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുൻവിധികൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വസ്തുനിഷ്ഠത കൈവരിക്കാനുള്ള പ്രധാന മാർഗം എന്താണ്? ഗവേഷണ വിഷയത്തെ കുറിച്ചുള്ള സ്വന്തം ആശയങ്ങളും അതേപോലെ തന്നെ വികാരങ്ങളും കർക്കശമായും തുടർച്ചയായും പരിശോധിക്കുക എന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനയിലൂടെ മാത്രമേ എന്താക്കാൻ പറ്റുകയുള്ളൂ, വസ്തുനിഷ്ഠത കൈവരിക്കാനുള്ള പ്രധാന മാർഗം നമുക്ക് നേടിയെടുക്കാൻ ഗവേഷണ രീതികളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നൊരു ഫോക്കസ് ഏരിയ ഭാഗമാണ്. അപ്പോൾ സ്വയം പ്രതിഫലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഗവേഷകൻ തന്റെ പ്രവൃത്തിയെ അന്യരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നതിനാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വയം പ്രതിഫലനം എന്ന് മനസ്സിലായല്ലോ. ഇനി അതേപോലെ തന്നെ തന്നെയും തന്റെ ഗവേഷണത്തെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണുന്നു. അതേപോലെ തന്നെ സ്വന്തം മനോഭാവങ്ങളെയും അഭിപ്രായങ്ങളെയും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രമാണവൽക്കരണമാണ്, അഥവാ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താണ്, ഒരു ഗവേഷകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന പ്രക്രിയക്കാണ് എന്താക്കുന്നത് പ്രമാണവൽക്കരണം അല്ലെങ്കിൽ എന്താണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നിഗമനങ്ങളുടെ ഉത്ഭവങ്ങൾ തിരിയാനും അതേപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാനും ഈ ഒരു ഡോക്യുമെന്റേഷൻ സഹായകരമായി തീരുന്നതാണ് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സ്വയം പ്രതിഫലനം
പരിശീലനം അതേപോലെ തന്നെ പ്രമാണവൽക്കരണം അഥവാ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗമാണ് ടൈപ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ വിവിധ തരം ഗവേഷണ രീതികളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഗവേഷണ രീതികൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവും അതേപോലെ മറ്റൊന്നാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡുമാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എണ്ണാവുന്നതും അതേപോലെ തന്നെ അളക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്താക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മനോഭാവങ്ങള് അതേപോലെ തന്നെ വികാരങ്ങള് എന്നിവ പോലുള്ള അമൂർത്തവും അതേപോലെ തന്നെ അളക്കാൻ പ്രയാസവുമായുള്ള കാര്യങ്ങളാണ് എന്താക്കുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്താണ് കൺഫ്യൂഷൻസ് ആയിട്ട് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവും അതേപോലെ തന്നെ ക്വാളിറ്റീവ് മെത്തേഡ്സുകളും എന്താണ് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രാഥമികവും അതേപോലെ ദ്വിതീയവുമായിട്ട് അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ രീതികളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രൈമറി അതേപോലെ സെക്കൻഡറി പരമായിട്ടുള്ള റിസർച്ച് മെത്തേഡ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്രാഥമിക ദത്തം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും അവലംബമാക്കുന്നത് അഭിമുഖം അതേപോലെ സർവേ കാര്യങ്ങളിലൂടെ ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട ഗവേഷണ രീതികളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന്. ഇനി അതേപോലെ തന്നെ ദ്വിതീയ മേഖലകൾ നോക്കുകയാണെങ്കിൽ ദ്വിതീയ മേഖലയിൽ പ്രധാനമായിട്ടും പ്രമാണരേഖ അതേപോലെ തന്നെ ഉപകരണം ചരിത്ര ഗവേഷണ രീതികൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഗവേഷണങ്ങളായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മൈക്രോ മെത്തേഡ്സും അതേപോലെ തന്നെ മാക്രോ മെത്തേഡ്സുമാണ് നോക്കാൻ പോകുന്നത്. അഥവാ സൂക്ഷ്മ രീതിയും അതേപോലെ തന്നെ സ്ഥൂല രീതിയുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയ എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. അപ്പോൾ മൈക്രോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഗവേഷകന് തന്റെ ചുറ്റുപാടിൽ ചെയ്യാൻ പറ്റുന്ന ഗവേഷണ രീതിയാണ് എന്താക്കുന്നത് ഈ ഒരു മൈക്രോ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒന്നാമായിട്ട് അഭിമുഖം അതേപോലെ പങ്കാളിത്ത നിരീക്ഷണം എന്നീ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തന്റെ ചെറിയ ചുറ്റുപാടിലായിക്കൊണ്ട് ഒരു ഗവേഷകനിക്ക് എങ്ങനെ ഒരു റിസർച്ച് നടത്താൻ കഴിയും, ആ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മൈക്രോയിൽ ഉൾപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ മാക്രോ പറയുകയാണെങ്കിൽ എന്താണ്, വലിയ തോതിലുള്ള ഗവേഷണ രീതികളാണ് എന്താക്കുന്നത് ഒരു മാക്രോ മെത്തേഡ്സിൽ പെടുന്നത് എന്ന്. അപ്പോൾ വലിയ തോതിലുള്ള ഗവേഷണ രീതികൾ എന്ന് പറയുമ്പോൾ സർവേ പോലെയുള്ളത് അതേപോലെ തന്നെ ചരിത്ര രീതികൾ. അപ്പോൾ ഈ ഒരു രീതികളൊക്കെയാണ് എന്താണ് പ്രധാനമായിട്ടും ഉദാഹരണങ്ങളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്രോ എന്ന് പറയുമ്പോൾ എന്താണ് വലുത് എന്നാണ്, മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ് ചെറുത് എന്നാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതിയാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ത്രികോണ മാപനത്തെ കുറിച്ചാണ്. അഥവാ ട്രയാങ്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ത്രികോണ മാപനം എന്നുള്ളത്? അപ്പോൾ ഒരു ഗവേഷണത്തിനായിട്ട് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് ത്രികോണ മാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഗവേഷണത്തിന് ഒരുപക്ഷെ ചില ഗവേഷകന്മാർ എന്താണ് ഒരു രീതി മാത്രമേ അവലംബിക്കുകയുള്ളൂ, ചില ഗവേഷകന്മാർ എന്താണ് ഒന്നിൽ കൂടുതൽ രീതികൾ അവലംബിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നതിനേക്കാണ് ട്രയാങ്കുലേഷൻ അഥവാ ത്രികോണ മാപനം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ പല ദിശകളിൽ നിന്നും എന്താണ് ഒരു വിഷയത്തെ നോക്കിക്കാണാനും ഇത് സഹായിക്കുന്നുണ്ട് എന്ന്. നോക്കാൻ പോകുന്ന പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിലും അതേപോലെ തന്നെ നരവംശ ശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ഈ ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫീൽഡ് വർക്ക് എന്നാണ്. അപ്പോൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണത്തെ ഫീൽഡ് വർക്ക് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ പഠന വിധേയമാക്കുന്ന സംഘത്തിലോ സമുദായത്തിലോ താമസിച്ച് സമൂഹം, സംസ്കാരം, ജനത എന്നിവയെ കുറിച്ച് നേരിട്ട് പഠിക്കുന്ന രീതിയാണ് എന്ന്. അതേപോലെ തന്നെ ഗവേഷകർ പഠന വിധേയമാക്കുന്ന ജനങ്ങളുടെ കൂടെ അവരിൽ ഒരാളായി മാസങ്ങളോളം താമസിച്ച് പഠനം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പഠന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഗവേഷകൻ ഗവേഷണം നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് താമസിച്ച് ഗവേഷണം നടത്തുന്ന രീതിക്കാണ് പങ്കാളിത്ത നിരീക്ഷണം എന്നുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാമൂഹ്യ നരവംശ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നരവംശ ശാസ്ത്രത്തെ ഒരു സാമൂഹ്യ ശാസ്ത്രമായി സ്ഥാപിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ശാസ്ത്ര രീതിയാണ് ഈ ഒരു ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആദ്യകാല നരവംശ ശാസ്ത്രജ്ഞന്മാർ അവർ പഠന വിധേയമാക്കിയിരുന്ന സമുദായങ്ങളെ ഒരിക്കലും എന്താണ് നേരിട്ട് സന്ദർശിച്ചിരുന്നില്ല. ഫീൽഡ് വർക്കിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ നമുക്ക് നോക്കിയാലോ? അപ്പോൾ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പഠന വിധേയമാക്കുന്ന സമുദായത്തിന്റെ സെൻസസ് എടുക്കല്, ഗ്രാമഭൂപടം തയ്യാറാക്കല്, സമുദായത്തിന്റെ വംശ പരമ്പര നിർമ്മിക്കല്, അതേപോലെ തന്നെ ഫാമിലി ട്രീ നിർമ്മിക്കല് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഫീൽഡ് വർക്കിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും
വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഗവേഷകൻ എപ്പോഴും എന്താണ് ഒന്നോ രണ്ടോ ആളുകളെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ ആശ്രയിക്കുന്ന ആളുകളാണ് എന്താക്കുന്നത് ദാതാക്കൾ അഥവാ എന്താണ് വിവരദാതാക്കൾ എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ ഇൻഫോർമാറ്റ്സ് അഥവാ വിവരദാതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരു പക്ഷെ എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളായിട്ടൊക്കെ ചിലപ്പോൾ എന്താണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിവരദാതാക്കൾ എന്ന് വെച്ചെന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഗവേഷകൻ എപ്പോഴും എന്താണ് ഒന്നോ രണ്ടോ ആളുകളെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആശ്രയിക്കുന്ന ആളുകളെയാണ് വിവരദാതാക്കൾ എന്ന് പറയുന്നത് എന്ന്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നോക്കിയിരുന്നത് നരവംശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കാണ്. ഇപ്പോൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജിയിലെ ഫീൽഡ് വർക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കും അതേപോലെ തന്നെ നരവംശ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കും തമ്മിൽ അതിന്റെ പാശ്ചാത്തലത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാണ്. അപ്പോൾ പാശ്ചാത്തലം എന്ന് പറയുമ്പോൾ എവിടെയാണ് നടത്തേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാ കാര്യങ്ങളും എന്താണ് ഒരേപോലെ തന്നെയാണ് എന്ന്. അതേപോലെ തന്നെ ഒരു നരവംശ ശാസ്ത്രജ്ഞൻ ഒറ്റപ്പെട്ട ഗോത്ര സമുദായത്തിലാണ് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. സാമൂഹ്യ ശാസ്ത്രജ്ഞനാണെങ്കിലോ എല്ലാതരം സമുദായങ്ങൾക്കിടയിലും ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പങ്കാളിത്ത നിരീക്ഷണത്തിന്റെ പരിമിതികൾ ലിമിറ്റേഷൻസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലിമിറ്റേഷൻസുകൾ അവിടെ പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമായിട്ട് ദീർഘകാലം ആവശ്യമാണ്, അതേപോലെ തന്നെ എല്ലാ ജോലികളും തനിച്ച് ചെയ്യേണ്ടി വരുന്നു, ചെറിയൊരു സമൂഹത്തെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസും കാര്യമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സർവേകളെ കുറിച്ചാണ്. അപ്പോൾ സർവേ എന്ന് പറയുമ്പോൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഗവേഷണ രീതിയാണ് സർവേകൾ എന്നുള്ളത്. അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു അവലോകനം എന്താകുന്നുണ്ട് സർവേയിലൂടെ നൽകുന്നുണ്ട്. വിഷയത്തെ കുറിച്ച് സമഗ്രമായിട്ടൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രതികർത്താക്കളാണ്. അപ്പോൾ എന്താണ് പ്രതികർത്താക്കൾ എന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പ്രതികർത്താക്കൾ എന്ന് വെച്ചാൽ വിവരശേഖരണത്തിനായിട്ട് തെരഞ്ഞെടുക്കുന്ന ജനങ്ങളെയാണ് പ്രതികർത്താക്കൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാമ്പിൾ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് സാമ്പിൾ സർവേ എന്ന് നമുക്ക് നോക്കാം, അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന കാര്യങ്ങളും. അപ്പോൾ സാമ്പിൾ സർവേ എന്ന് പറയുമ്പോൾ മൊത്തം ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ചെറിയ ഗ്രൂപ്പിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാമ്പിളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സാമ്പിളിംഗിലാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സാമ്പിളിംഗ് ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ജനസംഖ്യയിലെ എല്ലാ ഉപവിഭാഗങ്ങളും സാമ്പിളിൽ പ്രതിനിധീകരിക്കുന്നു. സാമ്പിൾ എടുക്കേണ്ട ജനസംഖ്യ വർഗം, ജാതി, മതം, ലിംഗം, വയസ്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായിട്ട് തരംതിരിക്കുന്നു എന്ന്. ഇനി അതേപോലെ തന്നെ റാൻഡം സാമ്പിളിംഗ് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ എന്താണ് റാൻഡം സാമ്പിളിംഗിൽ പ്രധാനമായിട്ടും വ്യക്തി, ഗ്രാമം, കുടുംബം എന്നീ യൂണിറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും യാദൃച്ഛികതയുടെ അടിസ്ഥാനത്തിൽ സാമ്പിളിംഗ് തിരഞ്ഞെടുക്കുന്നു എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമ്പിളിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ സാമ്പിളിംഗിൽ എന്താണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ ജനസംഖ്യയും പ്രതിനിധീകരിക്കാൻ അതിന് കഴിയണം. സാമ്പിളിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് കൃത്യതയും കൂടുന്നതാണ്. ജനസംഖ്യയിലെ എല്ലാ ഉപവിഭാഗങ്ങളും സാമ്പിളിൽ പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളാണ് സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്നാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതേപോലെ തന്നെ സാമ്പിളിംഗിന്റെ എറേഴ്സുകൾ എന്തൊക്കെയാണ്, പിശകുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് സാമ്പിളിംഗിന്റെ സവിശേഷതയും ജനസംഖ്യയുടെ സവിശേഷതയും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രധാനപ്പെട്ട പിശക്, ഈ ഒരു സാമ്പിളിംഗിന്റെ എററുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സാമ്പിളിംഗിന്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കുറഞ്ഞ ചെലവിൽ എന്താണ് വിശാലമായിട്ടുള്ള ഒരു അവലോകനം എന്താണെന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പോരായ്മകൾ പറയുകയാണെങ്കിൽ ആഴത്തുള്ള പഠനങ്ങൾ സാധ്യമാകുന്നില്ല, സമയം കൂടുതലാണ്. അതേപോലെ തന്നെ അനേകം അന്വേഷകരുള്ളത് കൊണ്ട് എല്ലാവരും എന്താണ് ഒരേ ഗൗരവത്തിൽ സർവേയെ നോക്കി കാണണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ് കാര്യങ്ങൾ, പോരായ്മ കാര്യങ്ങളൊക്കെ ഇത് സാമ്പിളിംഗിനൊക്കെ ഉണ്ട് എന്ന്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഫോക്കസ് ചെയ്ത ഭാഗമാണ് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അഭിമുഖം എന്ന് പറയുമ്പോൾ ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾ നടത്തുന്ന സംഭാഷണത്തിനേക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിവിധ തരം ഇന്റർവ്യൂകൾ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഘടനാപരമാണ്. ഘടനാപരം എന്ന് പറയുമ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഘടനാപരം അല്ലാത്തത് എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ അഭിമുഖത്തിന്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമായിട്ട് വഴക്കമുള്ളതാണ്. മറ്റൊന്ന് ചോദ്യങ്ങളിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താവുന്നതുമാണ്. ഇനി അതേപോലെ തന്നെ ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ സമയം കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ചോദിച്ചറിയാൻ നമുക്ക് കഴിയുകയില്ല. അതേപോലെ തന്നെ സമയനഷ്ടം ഉണ്ടാകുന്നു എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 5ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പഠന മേഖലകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്
6ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ്. അപ്പോൾ 6ാമത്തെ അധ്യായമാണ് സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസിംഗ് സൊസൈറ്റി എന്ന അധ്യായമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു അധ്യായമാണ്, വളരെ ചെറിയൊരു അധ്യായം കൂടിയാണ്. അപ്പോൾ ആ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമായിട്ട് സോഷ്യൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സാമൂഹ്യ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ആയിട്ട് സിമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ സമൂഹത്തെ പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ചില അടിസ്ഥാന ക്രമങ്ങളും മാതൃകളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഏതൊക്കെ സമൂഹത്തിൽ എന്താണ് ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രമങ്ങളും മാതൃകളും ഉണ്ടോ അതിനെയാണ് എന്താക്കുന്നത് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാമൂഹ്യ സ്ഥാപനങ്ങൾ, സാമൂഹ്യ പദവികൾ, സാമൂഹ്യ ബന്ധങ്ങള് തുടങ്ങിയൊക്കെ എന്താണ് സാമൂഹ്യ ഘടനയുടെ പ്രധാനപ്പെട്ട വശങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സാമൂഹ്യ ശ്രേണീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായുള്ള അസമത്വമാണ് ഈ ഒരു സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സാമൂഹ്യ ശ്രേണീകരണം സാമൂഹ്യ ഘടനയുടെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അസമത്വമാണ്. അപ്പോൾ ഇന്നലെ എന്തായിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അതേപോലെ തന്നെ എല്ലാ സമൂഹത്തിലും ഏതെങ്കിലും രീതിയിലുള്ള ശ്രേണീകരണം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിലെ വിശേഷാവകാശങ്ങളുള്ള വിഭാഗങ്ങൾ പലതരത്തിലുള്ള നേട്ടങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നേട്ടങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ജീവിതാവസരങ്ങളാണ്, മറ്റൊന്ന് സാമൂഹ്യ പദവിയാണ്, അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനവുമാണ്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് സാമൂഹ്യ പ്രക്രിയകളെ കുറിച്ചാണ്, സോഷ്യൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സോഷ്യൽ പ്രോസസ് എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രക്രിയകളെ സാമൂഹ്യ ഘടനയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് സാമൂഹ്യ ശാസ്ത്രം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സഹകരണം, മത്സരം, സംഘടനം എന്നിവയാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സഹകരണം എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രക്രിയയാണ്, സാമൂഹ്യ പ്രക്രിയ കൂടിയാണ് സഹകരണം എന്നുള്ളത്. സഹകരണമില്ലാത്ത സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ എമിലി ദുർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാമൂഹ്യ ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സോഷ്യൽ സോളിഡാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സാമൂഹ്യ ഐക്യത്തെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ഒന്നാമതായിട്ട് യാന്ത്രിക ഐക്യമാണ്, മറ്റൊന്ന് ജൈവിക ഐക്യവുമാണ്. അപ്പോൾ യാന്ത്രിക ഐക്യം എന്ന് പറയുമ്പോൾ പ്രാകൃത സമൂഹങ്ങളുടെ സവിശേഷതയാണിത്. ഏകതയാണ് ഐക്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതേപോലെ തന്നെ ഇവർക്കിടയിൽ നിന്നാണ് വ്യത്യാസങ്ങൾ കുറവായിരിക്കും, തൊഴിൽ വിഭജനങ്ങൾ കുറവായിരിക്കും, വിശ്വാസങ്ങൾ, വൈകാരികത തുടങ്ങിയ കാരണത്തിനാണ് ഐക്യമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന്. ഇനി അതേപോലെ തന്നെ ജൈവിക ഐക്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സങ്കീർണ വ്യവസായ സമൂഹങ്ങളുടെ സവിശേഷതയാണ്, വ്യത്യസ്തതയാണ് ഐക്യത്തിന്റെ കാരണം, തൊഴിൽ വിഭജനം കൂടുതലാണ്, ജനങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളാണ് ജൈവിക ഐക്യം അതേപോലെ തന്നെ യാന്ത്രിക ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കാൾ മാർക്സിന്റെ ചിന്താഗതികളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാൾ മാർക്സ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ബോധത്തിനാണ്. മനുഷ്യനെയും അതേപോലെ തന്നെ മൃഗങ്ങളെയും എന്താണ് വേർതിരിക്കുന്നത് ബോധമാണ്. മനുഷ്യ ജീവിതത്തിലെ സഹകരണവും മൃഗജീവിതത്തിലെ സഹകരണവും വ്യത്യസ്തമാണ് എന്ന് കൂടി കാൾ മാർക്സ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അന്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അന്യവൽക്കരണം എന്ന് ചോദിച്ചാൽ തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിന്മേലുള്ള നിയന്ത്രണവും അതേപോലെ തന്നെ അധ്വാനത്തിന്റെ ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നതിനേക്കാണ് എന്താവുന്നത് അന്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ജീവിതം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മത്സരമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ സമകാലിക ലോകത്ത് എന്താണ് മത്സരം എന്നാണ് പ്രബലമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. മുതലാളിത്തത്തിന് പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് കൂടിയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വ്യാപാര വികസനം, തൊഴിൽ വിഭജനം, സവിശേഷവൽക്കരണം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കല് മുതലായ കാരണമൊക്കെ എന്താണ് മുതലാളിത്തത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ തന്നെയാണ്. ഇനി അടുത്തത് സംഘടനവും അതേപോലെ സഹകരണവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കൂടി നമുക്ക് നോക്കാം. ഇതോടുകൂടി ഒരു അധ്യായം കഴിയുന്നതാണ്. അപ്പോൾ സംഘടനവും സഹകരണവും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. സഹകരണം തകരുമ്പോൾ സംഘടനം ഉണ്ടാകുന്നു. വിവിധ താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഘടനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിഭവങ്ങളുടെ ദൗർലഭ്യം സമൂഹത്തിൽ സംഘടനകൾ ഉണ്ടാക്കുന്നതാണ്. വർഗം, ജാതി, ഗോത്രം, മതം, ലിംഗം, വംശം, സമുദായം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഘടനകൾ ഉണ്ടാവുന്നതാണ്. സംഘടനം പലപ്പോഴും തുറന്ന് പ്രകടിപ്പിക്കാറില്ല. മറക്കപ്പെട്ട സംഘടനവും തുറന്ന സഹകരണവും സമൂഹത്തിൽ സാധാരണമാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഘടനത്തെയും സഹകരണത്തെയും വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ
അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമായിട്ടാണ് 6ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ